ബാങ്ക് രേഖകൾ അടക്കം പൊതുജനം ഉപയോഗിക്കുന്ന എല്ലാ കടലാസുകളിലും മലയാളം കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അക്ഷരം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ ധർണ നടത്തി. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് മുന്നിൽ നടന്ന ധർണ മുൻമന്ത്രി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന്റെ ഭാഷയാകണം ബാങ്കിന്റെ ഭാഷയെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. എല്ലാ വിഭാഗം സാധാരണ ജനങ്ങളും ബാങ്കിനെ ആശ്രയിക്കേണ്ടി വരുന്ന കാലമാണിത്. ഇടപാടുരേഖകളിൽ മലയാളം ഇല്ലാതെ വന്നാൽ വലിയൊരു വിഭാഗം ജനങ്ങളും ബുദ്ധിമുട്ടിലാവുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ജനങ്ങളുടെ ബാങ്കിംഗ് എന്ന് പറയുമ്പോൾ ആ ബാങ്കിന്റെ പ്രവൃത്തി ഭാഷ എന്താകണം? അതാണ് മൗലികമായ ചോദ്യം. അവർക്ക് അറിയാത്ത ഭാഷയിലാണോ നാം ബാങ്കിനെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? അവർക്ക് എഴുതാനും വായിക്കാനും കഴിയാത്ത ഏതോ ഒരു വിദേശ ഭാഷയിലാണോ നാം ബാങ്കിംഗ് ഇടപാടുകളെല്ലാം നടത്തേണ്ടത്? ഈ ചോദ്യമാണ് നാം ഉന്നയിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണയാണ് ഓരോ ബാങ്കിന്റെയും കരുത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ബാങ്കിംഗ് നയങ്ങളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോഴും ബാങ്ക് മാനേജർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇന്നും പറയുന്നുണ്ട്, ഞങ്ങളുടെ ബാങ്ക് ജനങ്ങളുടെ ബാങ്കാണ്, സാധാരണക്കാരുടെ ബാങ്കാണ്. അത് പറയാത്ത ഒരു ബാങ്കിനെയും നമുക്കറിയില്ല. ഷെഡ്യൂൾഡ് ബാങ്കുകളും വിശദാംഗ ബാങ്കുകളും അടക്കമുള്ള എല്ലാ ബാങ്കുകളും ഒരുപക്ഷെ പുത്തൻ തലമുറ ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന തട്ടിപ്പ് ബാങ്കുകളുണ്ടല്ലോ, അവരെപ്പറ്റി ഈ സമൂഹത്തിന് ഒരുപാട് പരാതികൾ ഇപ്പോൾ തന്നെ കൊണ്ട് അത് വീണ്ടും വർദ്ധിക്കപ്പെടുകയാണ്. അക്ഷരം കലാസാഹിത്യവേദി ചെയർമാൻ പല്ലിശ്ശേരി അധ്യക്ഷനായി. സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു. അംഗങ്ങളായ എസ് വിശ്വരാജൻ, കെ വാസുദേവൻ, പരുത്തിയറ കുഞ്ഞച്ചൻ, ടി ശിവശങ്കരപിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.